കോൺഗ്രസ് ആകെ തിളച്ച് മറിയുകയാണ്. ഹൈക്കമാൻഡിന് ആ തിളപ്പ് കണ്ടിട്ട് അത്ര അങ്ങോട്ട് സഹിക്കുന്നുമില്ല. സുധാകരനെയോ വി ഡി സതീശനെയോ ഇവരിൽ ആരെ തൽസ്ഥാനത്ത് നിന്ന് നീക്കിയാലാണ് കോൺഗ്രസിൽ ഐക്യം ബലപ്പെടുക എന്ന ചിന്തയിലാണ് ഹൈക്കമാൻഡ്. ദീപാദാസ് മുൻഷി വെവ്വേറെ നേതാക്കളെ കണ്ടത് അക്കാര്യം ഉറപ്പിക്കാൻ വേണ്ടിയാണ്. ആരാണ് ഇതിനകത്ത് പ്രശ്നക്കാർ, ആരാണ് പ്രശ്നമുണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഓരോ നേതാക്കളെയും വെവ്വേറെ ദീപാദാസ് മുൻഷി കണ്ടത്. അതിനകത്ത് ഒരു വിഭാഗം നേതാക്കൾ KPCC പ്രസിഡന്റിനെ മാറ്റുന്നതിനോട് യോജിപ്പ് അറിയിച്ചു. എന്നാൽ സുധാകരനെ വേദനിപ്പിച്ചുകൊണ്ട് യാതൊന്നും ചെയ്യരുത് എന്ന നിലപാട് രമേശ് ചെന്നിത്തല എടുത്തു. വി ഡി സതീശൻ സുധാകരനെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിൽ മറുപടി നൽകിയ കാര്യവും വാർത്തകളിൽ നിറഞ്ഞിട്ടുണ്ട്. സുധാകരനെതിരെ വി ഡി സതീശൻ പറഞ്ഞത് ഇന്ദിരാഭവൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നില്ല, അതുപോലെ പാർട്ടിയെ ഏകോപിപ്പിക്കുന്നതിൽ സുധാകരൻ വൻ പരാജയമാണ്. ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന് യാത്ര ചെയ്യാനുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് അടുക്കുന്ന ഈ സമയത്ത് KPCC പ്രസിഡന്റായി കുറച്ചുകൂടി ആരോഗ്യവും കുറച്ചുകൂടി ഏകോപനം സാധ്യമാക്കുന്ന നേതാവിനെ, ഇന്ദിരാഭവൻ കേന്ദ്രീകരിച്ച് KPCC ആസ്ഥാനം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു നേതാവിനെ നിയോഗിക്കണമെന്നാണ് സുധാകരനെതിരെ വി ഡി സതീശൻ നൽകിയ മറുപടി. ശരിക്കു പറഞ്ഞാൽ ഇതൊക്കെ കേട്ടിട്ട് ദീപാദാസ് മുൻഷി പറഞ്ഞു, പാർട്ടിയിൽ ഇവിടെ ഐക്യമില്ല, ഞാൻ ഈ പണി നിർത്തി പോവുകയാണ് എന്ന് വരെ പറയേണ്ടി വന്നു. ഐക്യമില്ലാത്തതിന് പ്രത്യക്ഷ ഉദാഹരണങ്ങളായി വലതുപക്ഷ മാധ്യമങ്ങൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന 2-3 സംഭവങ്ങളുണ്ട്. ഒന്ന്, രാഷ്ട്രീയകാര്യ സമിതി യോഗം ഒരിക്കൽ നിശ്ചയിച്ചിട്ട് നേതാക്കൾ, AICC നേതൃത്വം നിയോഗിച്ച നേതാക്കൾ തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് എത്തിയിട്ട് പോലും രാഷ്ട്രീയകാര്യ സമിതി യോഗം നേതാക്കളുടെ തമ്മിലടി കാരണം നടക്കാതെ പോയി. അത് ഒരു കാര്യം. അതിനുശേഷം പിറ്റേ ആഴ്ച ഹൈക്കമാൻഡിൻ്റെ കർശന നിർദ്ദേശത്തെ തുടർന്ന് രാഷ്ട്രീയകാര്യ സമിതി യോഗം നടന്നുവെങ്കിലും വി ഡി സതീശൻ്റെ ഉപസംഹരിച്ചുകൊണ്ടുള്ള പ്രസംഗത്തിനെതിരെ ശൂരനാട് രാജശേഖരനും AP അനിൽകുമാറൊക്കെ രംഗത്തെത്തിയപ്പോൾ അതും സ്ഥിതി വഷളാക്കുക മാത്രമല്ല, സംയുക്ത വാർത്താ സമ്മേളനം നടത്തണമെന്ന് ദീപാദാസ് മുൻഷി നേതാക്കളോട് ആവശ്യപ്പെട്ടു. കാരണം തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ്. ഒരു ഐക്യ സന്ദേശം ജനങ്ങളിൽ എത്തിക്കണം. പാർട്ടിയിൽ തമ്മിലടിയില്ല എന്നൊരു പൊതുവികാരം കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ എത്തിക്കണം. അതുകൊണ്ട് സംയുക്ത വാർത്താ സമ്മേളനം നടത്തണമെന്ന് ദീപാദാസ് മുൻഷി ആവശ്യപ്പെട്ടിട്ട് പോലും വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കാതെ മാറിപ്പോയി. അതേ അവസരം വി ഡി സതീശന് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുകയാണ് K സുധാകരൻ. വി ഡി സതീശനുമായി തനിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞതാണ്, എനിക്ക് മുഖ്യമന്ത്രിയാകാൻ താല്പര്യമില്ല, പിന്നെ പ്രതിപക്ഷ നേതാവിനെയും KPCC പ്രസിഡന്റിനെയുമൊക്കെ നിർദ്ദേശിക്കുന്നത് AICC നേതൃത്വമാണ്, ഹൈക്കമാൻഡാണ്. അവർക്ക് എന്നെ വേണമെങ്കിൽ ഏത് നിമിഷവും മാറ്റാം, ഞാൻ അതിന് സന്നദ്ധനാണ്, ഈ സ്ഥാനമാനങ്ങളിൽ കടിച്ചു തൂങ്ങി കിടക്കാൻ ഞാനില്ല എന്നാണ് സുധാകരൻ ഇന്നലെ പരസ്യമായി പറഞ്ഞത്. പക്ഷേ രഹസ്യമായി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹത്തെ കുത്തിനോവിക്കുന്ന വി ഡി സതീശന് ഒരു പണി കൊടുക്കണം, വി ഡി സതീശനെ കൂടി നീക്കണം എന്ന ഒരു സമവായം അദ്ദേഹം ഹൈക്കമാൻഡിനെ അറിയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.